ആൻസോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 1 ആണ്, ക്വാറന്റൈൻ ഡേ 1. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി, അമ്മ കൊണ്ടുവച്ചിരുന്നു, അപ്പോൾ നമ്മൾ അത് പോയിട്ട് എടുത്തു. ഇന്ന് പൂരിയും ബാജിക്കറിയും മുട്ട പുഴുങ്ങിയതുമായിരുന്നു. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ആക്രാന്തം കൊണ്ട് വേഗം തന്നെ കഴിച്ചു, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇനി നമുക്ക് ഇതിന് ശേഷം ലഞ്ചൊക്കെ കാണിച്ചു തരാം ഞാൻ. ഇന്ന് നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, ഇന്ന് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യാനുണ്ട്, അപ്ലോഡ് ചെയ്യാനുണ്ട്. സാധാരണ ഇനിയിപ്പോൾ വേറെ പണിയൊന്നുമില്ല, ഭക്ഷണമൊന്നും ഉണ്ടാക്കണ്ട, ഷൂട്ട് ചെയ്യണ്ട, വേറെ ഒന്നും പണിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫുള്ളി എഡിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ട്രാവൽ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാനാണെന്ന് വിചാരിക്കുന്നത്. രാവിലെ തന്നെ പോലീസ് ഒരു 8 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആൾ വന്നായിരുന്നു. പിന്നെ ഹെൽത്തിൽ നിന്ന് വന്നു, അവർ നമ്മളെ ഡീറ്റെയിൽസൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അവർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും 7 ദിവസം മിനിമം ക്വാറന്റൈനിൽ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പുറത്തിറങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൈവറ്റിൽ നിന്ന് ടെസ്റ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ 14 ദിവസം ക്വാറന്റൈൻ നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നോക്കാം, നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് 7 ദിവസം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങണോ അല്ല 14 ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങണോ. ശരിക്കും പറഞ്ഞാൽ 14 ദിവസം നിൽക്കുന്നതാണ് നല്ലത് എന്നാണ് എല്ലാവരുടെ അഭിപ്രായം. എന്തായാലും നോക്കാം. ഹായ്, ദിസ് ഈസ് ഡേ 2 ഓഫ് അവർ ക്വാറന്റൈൻ. ഞാനിവിടെ വീഡിയോ എഡിറ്റിങ്ങിലായിരുന്നു. ഡൽഹി ടു കണ്ണൂർ വന്ന വീഡിയോയുടെ പണിയിലാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും ആ വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ടാവും. എന്തായാലും കാണുക. ഇവിടെ ദർശനയുടെ ലാപ്ടോപ്പിലും വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ക്വാറന്റൈനിൽ വേറെ ഒന്നും ചെയ്യാനില്ല, വീഡിയോ എഡിറ്റിംഗ്, ബുക്സ് റീഡിങ്, അതൊക്കെയാണ്. ഇപ്പോൾ ഏകദേശം ലഞ്ച് ടൈമായി. ഭക്ഷണം ദർശനൻ്റെ വീട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ദർശനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചാൽ മതി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്? ഫുള്ള് മീനിൻ്റെ ഐറ്റംസ് ആണല്ലോ. ഇത് അയക്കൂറ കറി, തേങ്ങ അരച്ച് വെച്ചത്. അടിപൊളി. പിന്നെന്താ ഉള്ളത്? അയക്കൂറ തന്നെ ആണ് ഇത്. മീൻ മുളകിട്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചീര വറവ്. അതുകൂടാതെ അയക്കൂറ തന്നെ നല്ല അടിപൊളിയായിട്ട് പൊരിച്ച് വെച്ച്, അതായത് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി കഴിച്ചിട്ട് വേണം ഉറങ്ങാൻ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇത് 3rd ഡേ ആണ് ക്വാറന്റൈൻ്റെ. ദർശന ഇവിടെ യോഗയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ലൊരു കാര്യമാണ് രാവിലെ എഴുന്നേറ്റ് യോഗയൊക്കെ ചെയ്യുന്നത്. ദർശന ഞാനും ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ സ്പെഷ്യലി ക്വാറന്റൈൻ ആയതുകൊണ്ട് വേറെ വർക്കൗട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. പിന്നെ ഇന്നലെ രാത്രി വരെ എഡിറ്റിങ്ങും ഒക്കെ ചെയ്ത് വെച്ചതൊക്കെ അതുപോലെയുണ്ട്. ലാപ്ടോപ്പൊക്കെ അങ്ങനെ തന്നെയാണ്. പിന്നെ ഇന്നലെ ഞാൻ വായിച്ചൊരു ബുക്കാണ് ഇത്, സീക്രട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നല്ല ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു ബുക്കാണ്. നിങ്ങളും കിട്ടുകയാണെങ്കിൽ വായിച്ചു നോക്കുക. അപ്പോൾ കുറച്ച് വായിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കി ഇനി വായിക്കണം. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്, അതും നമുക്ക് നോക്കാം. എന്താ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലിന്? ഇന്നത്തെ സ്പെഷ്യൽ എന്തായിരിക്കും? ഇന്ന് നൂൽപുട്ടാണ്. ചില സ്ഥലത്ത് ഇടിയപ്പം എന്ന് പറയും, നമ്മളിവിടെ നൂൽപുട്ട് എന്ന് പറയും. അതും ചിക്കൻ കറിയും. ഇത് കൂട്ടി കഴിച്ചിട്ട് ഇന്നത്തെ ദിവസം അങ്ങ് തുടങ്ങിക്കളയാം. അപ്പോൾ ഇത് ക്വാറന്റൈൻ ഡേ 4 ലഞ്ച് സ്പെഷ്യലാണ് ഇന്നത്തേത്. ഇന്നത്തെ ലഞ്ചിനുള്ളത് നല്ല ചോറ്, അതിൻ്റെ കൂടെ അയക്കൂറ പൊരിച്ചതുണ്ട്, പിന്നെ ചിക്കൻ ഫ്രൈ ഉണ്ട്, കുറച്ച് ചിക്കൻ കറിയും പിന്നെ കായ്ക്കറിയും. ഇതാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. അപ്പോൾ ഒരു ഡേ ഫുള്ളുള്ള വീഡിയോ ഒന്നും ഞാനിവിടെ കാണിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ നമ്മുടെ ലഞ്ച് കണ്ടല്ലോ. ഇന്ന് ഈവനിങ് കിട്ടിയ ഒരു ഡിഷുണ്ട്, നേന്ത്രപ്പഴം വെള്ളത്തിൽ വിളയിച്ച ഒരു ഡിഷായിരുന്നു. അടിപൊളി ടേസ്റ്റ്. പഴം വിളയിച്ചതെന്നാണ് ഇവിടെ പറയുക. എന്താ ടേസ്റ്റ് എന്നറിയാം. ഇന്ന് ക്വാറന്റൈൻ്റെ 5ാമത്തെ ദിവസമാണ്. രാവിലത്തെ യോഗയും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? പുട്ടാണ്. അപ്പോൾ നമ്മളെ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആണ്, കേരളത്തിൻ്റെ സ്വന്തം പുട്ടും അതിൻ്റെ കൂടെ പപ്പടവും പഴവും. ഇത് 3 കൂട്ടി കുഴച്ചിട്ട് ഒരു കഴിക്കലുണ്ട്. അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളെ നാട്ടിൽ കിട്ടും ഇത് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? നമ്മളെ കേരളത്തിൻ്റേതായൊരു ഫുഡാണ് ഇത് ശരിക്കും, പുട്ടും പപ്പടവും പഴവും. അപ്പോൾ നമുക്കിതൊന്ന് ഫിനിഷ് ചെയ്തേക്കാം, അല്ലേ? ഇന്ന് ക്വാറന്റൈൻ ഡേ 6 രാവിലെയാണ്. ഇന്ന് 6 ദിവസമായി. വലിയ കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക്, അങ്ങനെ ജലദോഷം അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വീടിന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇത്രയും ദിവസം വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ കുറച്ച് പച്ചപ്പും ഇതൊക്കെ കണ്ടപ്പോൾ നല്ലൊരു സുഖം. പുറത്തിവിടെ ദർശനയുടെ അച്ഛൻ വാഴയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല തെങ്ങും തൈയും വാഴയും. അപ്പോൾ അതിൻ്റെ ഇടയിലൂടെയൊക്കെ നടക്കുമ്പോൾ ഒരു രസം തന്നെയാണ്. ഈ മതിൽക്കെട്ടിനുള്ളിൽ തന്നെയാണ് നടക്കുന്നുള്ളൂ, പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല.
അപ്പോൾ ഇതിനുള്ളിൽ രാവിലെ ഒരു വാക്കിംഗ് ഒക്കെ നടക്കാം. ഇവിടെ നല്ല വാഴത്തൊപ്പും ചേമ്പും ചേനയൊക്കെ നട്ടിട്ടുണ്ട്. ഇത് അപ്പുറത്ത് തന്നെ കാണുന്ന ആ വീടാണ് ദർശനയുടെ വീട്. അവിടെ നിന്നാണ് നമുക്ക് ഫുഡൊക്കെ കൊണ്ടുതരുന്നത്. ഇത് ഈ വഴിയാണ് ഫുഡ് വരുന്നത്. അതായത് നമ്മുടെ ഫുട്പാത്ത് എന്ന് പറയുന്നത് ഇതാണ്. ക്വാറന്റൈൻ കഴിയുമ്പോഴേക്ക് ഇത് ഏകദേശം പഴുത്ത് റെഡിയാവും തോന്നുന്നു. അപ്പോൾ ഇതും നമുക്ക് കഴിച്ച് കളയാം. കൂടുതൽ വീഡിയോസ് വലിച്ചു നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇന്നത്തെ ലഞ്ചിൻ്റെത് ജസ്റ്റ് ഫോട്ടോ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സ്പെഷ്യൽ ലഞ്ചിൽ ഉണ്ടായിരുന്നു അയില മുളകിട്ടത്. അതുകൂടി ചോറ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. പിന്നെ ഇന്നത്തെ ഈവനിങ് സ്നാക്സ് ചിക്കൻ സാൻഡ്വിച്ച് ആയിരുന്നു. ചിക്കൻ മയോനീസ് സാൻഡ്വിച്ച് നല്ല അടിപൊളി ക്രഞ്ചി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് സാൻഡ്വിച്ച് ആയിരുന്നു. അങ്ങനെ ഇന്നത്തേക്ക് ഒരാഴ്ചത്തെ ക്വാറന്റൈൻ ആയി. അപ്പോൾ ഇത് ലഞ്ച് ടൈമാണ്. ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ അയക്കൂറ പൊരിച്ചതുണ്ട്, ചെമ്മീൻ വറുത്തതുണ്ട്, പിന്നെ സാമ്പാർ കറിയും പിന്നെ അച്ചാറും. ഇത്രയാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തെ ക്വാറന്റൈൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആക്കി. വേറെ അസുഖങ്ങളൊന്നുമില്ല, സിംറ്റംസും കാര്യങ്ങളൊന്നുമില്ല. എന്നാലും നമ്മൾ 14 ദിവസം തന്നെ നിൽക്കാമെന്ന് വിചാരിക്കുന്നു. 7 ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങാമായിരുന്നു. പക്ഷേ വേണ്ട, എന്തിനാണ് വെറുതെ റിസ്ക് എടുക്കുന്നത്. നമ്മൾ 14 ദിവസം തന്നെ നിന്നിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ നമ്മളെ ക്വാറന്റൈൻ ഇങ്ങനെ തന്നെ പോട്ടെ ഒരാഴ്ചയും കൂടി. ഹായ്, നമ്മളിപ്പോൾ കപ്പയും മീനുമാണ് കഴിക്കുന്നത്. കപ്പയും മത്തിയും ഒരുമിച്ചിട്ട് ഉണ്ടാക്കിയൊരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അമ്മ ഉണ്ടാക്കി തരുന്നതാണ്. നമുക്കത് എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് ഈ കപ്പയും മത്തിയും. ഇത് കണ്ടാൽ വലിയ ലുക്കൊന്നുമില്ല, പക്ഷേ ടേസ്റ്റിൽ അടിപൊളിയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇതിൻ്റെ മുള്ളൊക്കെ ഇതിൽ തന്നെ കാണും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ചവച്ചിട്ട് അത് തുപ്പിക്കളയാണ് വേണ്ടത്. അത് വലിയ മോശമായിട്ടൊന്നും ആരും കരുതണ്ട. അത് ആ സമയത്ത് ആ ടേസ്റ്റ് കാരണം നമ്മൾ അതങ്ങനെ കഴിച്ച് പോയിക്കോളും. ക്വാറന്റൈൻ്റെ 9ാമത്തെ ദിവസം ഇന്നത്തെ സ്പെഷ്യൽ ഈവനിങ് കിട്ടിയ ഈ ഒരു കപ്പയും മീൻ മുളകിട്ടതുമാണ്. മീൻ നങ്ക് എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതിന്. നിങ്ങൾ മറ്റു നാടുകളിലൊക്കെ എന്താ പറയാമെന്നറിയില്ല. അത് മുളകിട്ടതും പിന്നെ ഈ കപ്പയും, ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് കഴിക്കാനുള്ളൊരു കോമ്പിനേഷൻ അതൊന്ന് വേറെ തന്നെയാണ്. ക്വാറന്റൈൻ 10ാം ദിവസം നമ്മുടെ കഥാനായിക ഇവിടെ കിടന്നുറങ്ങുകയാണ്. ദർശനം, നിനക്ക് യോഗയൊന്നും ചെയ്യണ്ട, എഴുന്നേക്ക്. നമുക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ട്. ദർശനനെ എഴുന്നേൽപ്പിച്ചു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അവൾ എടുത്ത് വെക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ നിന്ന് കൊണ്ടുണ്ട്. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണ്? ഇന്ന് വെള്ളയപ്പമാണ്. അപ്പം എന്ന് പറയും ഇവിടെ, വെള്ളയപ്പം കള്ളപ്പം എന്നൊക്കെ നമ്മൾ കണ്ണൂർ പറയും. അതും ബാജിക്കറിയും പിന്നെ മീൻ മുളകിട്ടതും. ഇതെല്ലാം കൂട്ടി ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് അങ്ങ് അടിപൊളിയാക്കാം. അങ്ങനെ അടിപൊളി ഫുഡൊക്കെ കഴിച്ച് ക്വാറന്റൈൻ്റെ 10ാം ദിവസവും എത്തി. ഇനിയൊരു 4 ദിവസം കൂടി. ഇന്ന് നമുക്ക് ഈ വീടിൻ്റെ ഒരു ക്വാറന്റൈൻ ഹോം ടൂർ ആക്കിയാലോ എന്ന് വിചാരിക്കുന്നു. നമ്മുടെ താമസിക്കുന്ന വീടിൻ്റെ വ്യൂ ആണിത്. നമ്മുടെ ദർശനയുടെ കസിൻ്റെ വീടാണ്. ഇത് ഡൈനിങ് ഹാള്. ഇതിൻ്റെ മെയിൻ സെൻട്രൽ ഹാളാണ്. കിച്ചൺ നിങ്ങളിപ്പോൾ കണ്ടല്ലോ ഞാൻ കയറി വന്നത്. ഇവിടെ മെയിൻ സെൻട്രൽ ഹാളിൽ ഇവിടെ സോഫയൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. നല്ലൊരു വലിയൊരു വീടാണ്. ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല. നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടാണുള്ളത്. പിന്നെ ഈ ഒരു വലിയ വീട്ടിൽ ഞങ്ങൾ 2 പേര് മാത്രം ക്വാറന്റൈനിൽ നിൽക്കുകയാണ്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്. ഈ ബെഡ്റൂമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വെറൈറ്റി ഒരു വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇങ്ങനെയാക്കാന്ന് വെച്ചത്. ഇത് സെൻട്രൽ ഹാള് നല്ല ഫോൾ സീലിംഗ് ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയറൊക്കെ കൊടുത്ത് നല്ലൊരു ഡിസൈനിലുള്ളൊരു വീടാണിത്. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്താണെന്ന് വെച്ചാൽ കാട ഫ്രൈ ആണ്. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. ഭയങ്കര അടിപൊളി വെറൈറ്റി ഐറ്റമാണ്. കാട ഫ്രൈയും ചോറും പിന്നെ കറിയും. എന്തായാലും അടിപൊളി. ഇന്ന് ഡേ 12 ആണ് ക്വാറന്റൈൻ്റെത്. ഇന്നത്തെ ലഞ്ചിനുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നത്തോലി ഫ്രൈ ആണ്. അല്ല നത്തൽ ഫ്രൈ എന്ന് പറയും, നത്തോലി എന്ന് ചില സ്ഥലത്ത് പറയും. പിന്നെ ചീര വറവുണ്ട്. പിന്നെ അയില മുളകിട്ടതും അയില തേങ്ങ അരച്ച കറിയും. ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് സ്പെഷ്യൽ. വേറെ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നില്ല. ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്. അപ്പം നാട്ടിൽ വന്നതിന് ശേഷം ഇത് നമുക്ക് പൊങ്ങ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊങ്ങ് പൊട്ടിച്ച് നോക്കാം. അടിപൊളി പൊങ്ങാണ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല മധുരമുണ്ട്. അടിപൊളി.
ഇന്നത്തെ ഈവനിങ് സ്പെഷ്യൽ ചേമ്പ് പുഴുങ്ങിയതും അയില പൊരിച്ചതുമാണ്. അപ്പോൾ ചേമ്പ് പുഴുങ്ങിയത് വൈകുന്നേരം ഇങ്ങനെ നാട്ടിലിരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ് അല്ലേ ശരിക്കും. അങ്ങനെ ക്വാറന്റൈൻ്റെ 14ാമത്തെ ദിവസമായി. ഒരു കുഴപ്പമൊന്നുമില്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ഇതാ ദർശന അച്ഛനും അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ട് ഞങ്ങൾ അടുത്തിരിക്കുന്നൊക്കെയുണ്ട്. ദർശന കുറേ ദിവസം 14 ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം എല്ലാവരും ഒന്നു ചേർന്നു അല്ലേ ദർശന? അപ്പോൾ ഇനി ഇന്ന് ഞങ്ങൾ ക്വാറന്റൈൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഇന്ന് ക്വാറന്റൈൻ കഴിഞ്ഞ സന്തോഷത്തിൽ ചിക്കൻ ബിരിയാണിയാണ്, അതും വാഴ ഇലയിൽ ചിക്കൻ ബിരിയാണി. അടിപൊളിയാണ്. അങ്ങനെ 14 ദിവസത്തെ ക്വാറന്റൈൻ ശരിക്കും എൻജോയ് ചെയ്തു. നല്ല അടിപൊളി ഫുഡായിരുന്നു, നല്ല അടിപൊളി താമസമായിരുന്നു. അപ്പോൾ ഇനി പുറത്തേക്കൊക്കെ ഇറങ്ങി ഇനി കണ്ണൂരിലെയും തലശ്ശേരിയിലൊക്കെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.